നിങ്ങൾ വെള്ളത്തിന് വേണ്ടി വാഞ്ചിക്കുന്നില്ലേ? Do you not desire to have water? നിങ്ങൾ എന്ത് ചെയ്യാ? What should you do? വിശ്വാസത്തോടെ താഴ്വരയിൽ കുഴിയെടുക്കുക. By faith you have to dig the valley. വെള്ളം കിട്ടും. You will get water. അനുഗ്രഹം കിട്ടും. Blessings you will get. നന്മ കിട്ടും. Blessing, benefits you will get. നിങ്ങളുടെ മാടുമാടുകളെല്ലാം കുടിച്ച് തൃപ്തിയാകും. Both ye and your cattle, your beasts, everything can drink it. ദൈവത്തിന് സ്തോത്രം. Praise be to God. ചിലര് കിണറ് കുഴിക്കാനായിട്ട് ദൈവ ശുശ്രൂഷയുടെ കൊണ്ടുപോകാറുണ്ട്. Some will take the servants of God to their houses in order to dig for water the well. ഒരിക്കലും കിണറ് കുഴിച്ചു. Once we went to dig a well. അതിനകത്ത് വെള്ളമൊന്നുമില്ല. There was no water. കല്ല. It was full of stones. അവര് ഉള്ള പൈസയെല്ലാം ചെലവഴിച്ച് ചെയ്തതാ. They spent a lot of money for it. അവരൊന്നുമില്ല. But nothing there. അവരെന്റെ എനിക്ക് ഒന്ന് പറഞ്ഞു. Told me. വെള്ളമില്ല. But we couldn't find water. കിണറ് കുഴിച്ചു. We dig the well. വലിയ താഴ്ചയിലാണ് പോയിരിക്കുന്നത്. In great depths. പക്ഷെ വെള്ളമില്ല. But no water. ഞാൻ പെട്ടെന്ന് ഈ വചനം ഓർത്തു. Immediately I remembered this verse. ഞാൻ ആ കിണറ്റിലോട്ട് നോക്കി. I looked into the well. കരഞ്ഞു. Cried. കർത്താവേ, നിശ്ചയമായും ശിംശോൻ ദാഹത്താൽ വരഞ്ഞപ്പോൾ ലേഹിയിൽ ഒരു കുഴി പിളർന്നുമരാക്കി വെള്ളം പുറപ്പെട്ട് കുടിച്ച് ചൈതന്യം പ്രാപിച്ചല്ലോ. ഈ കിണറ്റിൽ നിന്ന് വെള്ളം സമൃദ്ധിയായി കൊടുക്കണമേ. I prayed unto the Lord, O Lord, Samson, when he was very thirsty at Lehi, thou digged a well and gave him lot of water. Even so let it happen in this well also. ഞാൻ ഒരു തുള്ളി കണ്ണുനീര് ഒഴിച്ചു. Just a drop of tears also I shed. ആ കണ്ണുനീര് താഴെ പോയോ, തൊടി പറ്റിയോ, താഴെങ്കിൽ അങ്ങ് എത്തിയോ, മുകളിൽ നിന്നോ ഒന്നും അറിയാൻ വയ്യ. I do not know where the tears went. Perhaps it might have gone into the well. ഞാൻ മിണ്ടാതെ പോയിരുന്നു. And silently I left. വെള്ളം കിട്ടുമെന്നും കിട്ടിയതെന്നും പറയാൻ പോയില്ല. I never told them that you will find water or not. ഞാൻ ഇനി പോയിരുന്നു. I came back. വീട്ടുകാരെന്നെ പിറ്റേ ദിവസം വിളിച്ചു. And their family later called me. അപ്പച്ചാ, കിണറ്റിൽ 10 തുടി വെള്ളം. Appacha, now we have water in abundance. ഒറ്റ രാത്രിയുണ്ട്. By single night. തടഞ്ഞിരുന്നായ ഉറവ പൊട്ടി തുറപ്പെട്ടു. And that fountain which was hindered, now it was ഒരു തുള്ളി കണ്ണീരൊഴിച്ചാൽ നിന്റെ ദൈവമക്കളെ തടസ്സങ്ങളെല്ലാം നീക്കും. If you shed a drop of tear, then all the hindrance will be removed. അതാണ് ദൈവത്തിന്റെ വഴി. And that is the way of God. അത്ഭുതമുള്ള ദൈവമല്ലേ? Is it not of God, a God of നീ miracles? വെള്ളം കാണണ്ട. You did not see water. കുഴിയെടുക്ക്. Just dig. അവിടെ വെള്ളം വരും. There water will be there. എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് വേണ്ടി മാത്രമല്ല ദൈവമക്കളെ, ദൈവികമായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടിയുള്ളായ അനുഭവമാണ്. Not only literal water, but also in order to receive divine blessings. വിശ്വാസത്താൽ By faith. ദൈവത്തോട് പ്രാർത്ഥിക്ക്. Pray to God. ദൈവം എല്ലാം നിറവേറ്റി തരും. God will fulfill everything. വിശ്വാസത്താൽ By faith. കണ്ടു വിശ്വസിക്കല്ല, Not seeing and believing. കാണാതെ വിശ്വസിക്കുന്ന ഒരു ഭാഗ്യവാൻ. Blessed are they that believe without seeing. നിങ്ങൾ വിശ്വാസത്തോടെ കുഴിവെട്ട്. By faith you have to dig. വിശ്വാസത്തോടെ പുറപ്പെട്. By faith you can go forward. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. By faith pray. അവിടെ അനുഗ്രഹം ഉണ്ട്. There is blessing. ചില രോഗശാന്തിക്ക് വേണ്ടി എന്നെ പ്രാർത്ഥിക്കും. Some will pray for healing. ഞാനൊരു 10 ദിവസം പ്രാർത്ഥിച്ച് നോക്കട്ടെ. For 10 days let me pray and see. 10 ദിവസം പ്രാർത്ഥിച്ച് നോക്കട്ടെ. 10 days let me pray and see. സൗഖ്യം കിട്ടും നോക്കട്ടെ. Let me see whether I will be healed. ഇല്ലെങ്കിൽ If not, അതാണ് തെറ്റായ വാക്ക്. and that is the wrong word. ഇല്ലെങ്കിൽ, if not, 10 ദിവസം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ, even after praying for 10 days, if ഞാൻ എന്റെ വഴിക്ക് പോകും. then I will go to my ഞാൻ way. ഡോക്ടറെ കാണാൻ പോകും. I will go behind a നീ doctor. ഡോക്ടറെ തന്നെ കാണാൻ പോകും. I will go and see a doctor. ഒരിക്കലും നിനക്ക് സൗഖ്യം കിട്ടത്തില്ല. Never you will be healed. എന്ത് പറയണം? What you should say? എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, For me to live is Christ, മരിക്കുന്ന ലാഭം. to die is gain. ജീവിച്ചാലും മരിച്ചാലും യേശു മതി. Whether I live or die, Jesus is sufficient for me. എനിക്ക് ലഭിക്കുമ്പോൾ ഞാൻ കാത്തിരിക്കും. I am waiting till I get it. എനിക്ക് സൗഖ്യം ലഭിക്കുന്നവരെ ഞാൻ കാത്തിരിക്കും. I will wait till I am healed. അല്ല, എനിക്ക് ഈ രോഗത്തോട് ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. If I die with a sickness, let me die so. ഞാൻ എന്നാലും കർത്താവിന്റെ മുഖത്തേക്ക് കാത്തിരിക്കും. But I will look upon the face of my God alone. കർത്താവ് ഇറങ്ങി വരും. God will descend. നിന്റെ ശരീരത്തെ തൊടും. He will touch your body. നിന്നെ സൗഖ്യമാക്കും. He will heal you. അങ്ങനെ കർത്താവിന്റെ കരത്തൊട്ട് സൗഖ്യം പ്രാപിച്ച ദൈവമക്കൾ മാത്രം കരങ്ങുയർത്തി അടിയനെ പറയാമോ? എത്ര ദൈവമക്കൾ? Many children of God. എത്ര പേർ? Many.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God bless you all. ഇനിയും നിങ്ങളെ സഹായിപ്പാൻ കർത്താവ് കൂടെ ഉണ്ട്. And henceforth also, in order to help you, God is with you. വിശ്വാസത്തോടെ കുഴിവെട്ട്. By faith you can dig the well. അവിടെ വെള്ളം പുറപ്പെടും. There water will come out. സമൃദ്ധിയായി വെള്ളം ലഭിക്കും. In abundance you will get water. സമൃദ്ധിയായ അനുഗ്രഹം ലഭിക്കും. Abundant blessings. വിശ്വാസത്തോടുകൂടി വേണം. By faith. അവിശ്വാസം ഉണ്ടാകരുത്. There should not be unbelief. ദൈവത്തിന് സ്തോത്രം. Praise be to God. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത്. Wicked heart of unbelief should not be found in any of you. എബ്രായർ 3:12 സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. Take heed, brethren, lest there be in അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, an evil heart of unbelief. ദൈവമക്കളെ, വിശ്വാസത്തോടെ കുഴിവെട്ട്. By faith you should dig a pit. അവിടെ അനുഗ്രഹമുണ്ട്. There is blessing. അവിടെ നന്മയുണ്ട്. There is benefits. അവിടെ പുരോഗതിയുണ്ട്. There is prosperity. നിനക്ക് ഉയർച്ചയുണ്ട്. There is flourishing. നിനക്ക് സൗഖ്യമുണ്ട്. You have healing there. അത് നമുക്ക് ദൈവം നമ്മുടെ ദൈവം നിൽക്കുന്ന വാഗ്ദത്തമാണ്. And this is the promise which our God has given us. കർത്താവ് ഒരിക്കലും നമ്മെ കൈവിടത്തില്ല. God will never forsake you. ദൈവികമായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ് ഞാൻ പറയുന്നത്. I am telling you regarding the readiness we should have in order to receive divine blessings. അടുത്തതായിട്ട്, Nextly, ദൈവികമായിട്ടുള്ള അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ in order to receive divine blessings, എന്ത് ചെയ്യണം? what should we do? 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 3-4 2 Kings 4:3-4. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. Praise be to God. അവിടെയുള്ള ദൈവികമായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രവാചകൻ ഇപ്രകാരം പറയുന്നു: നിന്റെ ബുദ്ധിമുട്ട് മാറുവാൻ, ഞെരുക്കങ്ങൾ മാറുവാൻ, കടബാധകൾ മാറുവാൻ, എല്ലാ പരാജയങ്ങളും മാറുവാൻ നീ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? നിന്നിലുള്ള എണ്ണ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വെറും പാത്രങ്ങൾ വയ്ക്കണം. Here the prophet is telling her, for your debts, to be free from your debts, to be free from all your difficulties, all your wants and all your sorrows and all your problems, what should you do? You had to, and in order to fill all the oil bottles, you had to keep empty vessels aside. വെറും പാത്രം, Empty vessels. ദൈവത്തിന് സ്തോത്രം. Praise be to God. ആ വെറും പാത്രത്തിൽ നിറഞ്ഞ് മാറുകയാണ്. The empty vessels are filled and thereby set apart. നാം ദൈവസന്നിധി വരുമ്പോൾ When we come to God's presence, വെറും പാത്രമായിട്ട് വരണം. come as empty vessels. ഒഴിഞ്ഞ പാത്രമായിട്ട്. Be as empty vessels. എങ്കിൽ മാത്രമേ Only then കർത്താവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നന്മകൾ നിനക്ക് പ്രാപിപ്പാൻ കഴിയൂ. you can receive all the divine blessings from God. കർത്താവ് നിങ്ങളെ നമ്മെ എല്ലാവരെയും നിറയ്ക്കുവാൻ, അനുഗ്രഹിപ്പാൻ, കൃപകളാൽ നിറയ്ക്കുവാൻ, വരങ്ങളാൽ നിറയ്ക്കുവാൻ, സകല അനുഗ്രഹം നൽകുവാൻ തക്കണം അവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹത്തോട് വന്നിട്ടുണ്ട്. Our God has come into our midst with abundance of blessing in order to bless us with all kinds of blessings, with all kinds of benefits, and also with all kinds of gifts and talents. ദൈവത്തിന് മഹത്വം. Praise be to God. ദൈവമക്കളെ, നമ്മൾ ആരാധിക്കണം? Beloved children of God, whom should we be? 4-ാം വാക്യം ഒന്ന് വായിച്ചേ. Chapter 4 and verse 6. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. ദൈവമക്കളെ, ആ പാത്രം ഇല്ല എന്ന് പറയുന്നത് തൃപ്തിയുടെ അനുഭവമാണ്. There is not a vessel more, which means you are satisfied with it. മതി, enough. ഇവിടെ മീറ്റിങ്ങിനൊക്കെ കൊടുത്ത് ആരാധനയ്ക്കൊക്കെ ഇരിക്കുമ്പോഴേ when we sit for worship, 2 അന്യഭാഷ പറയും. you speak to unknown tongues. തന്റെ കൈ അടിക്കും. Clap your hands well. അത് ചെയ്യും, അങ്ങ് നിർത്തും. You stop it. ഞാൻ ഈ ദിവസങ്ങളിൽ ചില സഹോദരന്മാരെ ഞാൻ ശ്രദ്ധിച്ചു. In these days I was watching some sisters and brothers. ശരിക്ക് കൈയടിച്ച് very well they were clapping their hands. Very well they were getting filled in the spirit. നിർത്താതെ, without stopping. ശരിക്ക് ആത്മാവ് നിറഞ്ഞു. Very well they were rejoicing. ദൈവമക്കളുണ്ട്. And there are some children of അവരൊക്കെ God. ചിലരൊക്കെ ഈ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. And some are here in the front. ഞാൻ ശ്രദ്ധിച്ചു. And I was watching it. ആത്മാവ് നിറഞ്ഞു. Very well they were rejoicing in the spirit. ആത്മാവ് നിറയുന്ന ദൈവമക്കളെ
വീണ്ടും വീണ്ടും കൃപകളും വരങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ദൈവം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. And to that children of God who are worshiping God so in the spirit, our God will keep on blessing them with all kinds of gifts and talents. അവർക്ക് പുതിയ ഭാഷകൾ ദൈവം കൊടുക്കും. God will give them new tongue. നമ്മൾ ഒരിക്കലും ഉടഞ്ഞ പാത്രമായി മാറരുത്. Never we should become a broken vessel. നമ്മൾ എന്താണ് മാന്യമായ പാത്രമായിട്ടിരിക്കണം. We should become honorable vessels. 31 സംഗീതത്തിലും 12 വാക്യവും. Psalm 31 and verse 12. ഉടഞ്ഞ പാത്രത്തിൽ എണ്ണ പകർന്നാൽ എങ്ങനെ ഇരിക്കും? How would it be if you pour oil into a broken vessel? ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ഞാൻ ഉടഞ്ഞ പാത്രം പോലെ. I am like a broken vessel. ഉടഞ്ഞ പാത്രത്തിൽ എത്ര പകർന്നാലും അതിനകത്ത് പാത്രത്തിൽ നിറയാൻ കഴിയുമോ? How much ever you fill a broken vessel, how long you can fill it? അത് എണ്ണ പകരുന്നതെല്ലാം ചോർന്നു പോകും. And all the oil which you pour in it will be out. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അങ്ങനെ ഉടഞ്ഞ പാത്രമായിരിക്കുന്നവരുണ്ടെങ്കിൽ, Is there be anyone here seated here found as a broken vessel? എന്താണ്? What is it? അത് പരാജയം നിങ്ങൾ സമ്മതിക്കണം. You had to admit your failure. കുശവന്റെ കയ്യിലെ കടിമണ്ണാണെങ്കിൽ, If you are a clay in the hands of the potter, കടിമണ്ണ് എന്താണ് മനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, while he is molding it, കയ്യിൽ നിന്ന് ഉടഞ്ഞു പോയാൽ, if it is broken in his ആ hands, കടിമണ്ണായിരിക്കുന്ന സമയത്ത് as long as it is a clay, അതിന് രൂപമാക്കിയെടുക്കാൻ കഴിയും. and he can change it as another vessel. എന്താണ് അർത്ഥം? What does it mean? നീ ദൈവകൃപയിൽ ജീവിക്കുന്ന കാലത്തോളം As long as you live in the grace of God, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും പരാജയങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവ് ക്രമീകരിക്കും. if there be any failures in your life, our God will make it right. പ്രത്യാശയോടെ ജീവിക്കുന്ന കാലത്തോളം As long as you live hopefully, നിന്നെ നിശ്ചയമായി രൂപാന്തരപ്പെടുത്തും. surely your God will transform you. നീ പിന്മാറ്റാവസ്ഥയിലാണോ, If you have got backslidden ഉടഞ്ഞ പാത്രമാണോ, or you are a broken vessel, ഒരിക്കലും രൂപാന്തരപ്പെടുത്താൻ കഴിയില്ല. you can never be transformed. അതേ നന്നാക്കാൻ കഴിയില്ല. You can never be molded again. നമ്മൾ ആരും ഉടഞ്ഞ പാത്രം പോലെ ആകരുത്. None of us should be found as a broken vessel. നമ്മൾ ആരായിരിക്കണം? How should we be? കുശവന്റെ കയ്യിലെ കടുമണ്ണ് പോലെ. We should be found as a clay in the hands of the potter. യിരെമ്യാ 18 4 വായിച്ചു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. മറ്റൊരു പാത്രമാക്കി മാറ്റി. Made it as another vessel. കുശവന്റെ കയ്യിൽ ഇരിക്കുന്ന പാത്രമാണോ, നിശ്ചയമായും നിന്നെ മാനപാത്രമായി മനയുവാൻ കഴിയും. Are you found as a potter in the hands of the potter? Then your God is able to mold you as an honorable vessel. നീ കർത്താവിന്റെ സന്നിധി താഴ്മയോടെ അവന്റെ കയ്യിലിരിക്കുന്നുവോ, നിന്നെ നിശ്ചയമായും അവൻ മനയും, അവൻ നിന്നെ രൂപാന്തരപ്പെടുത്തും, ഒരു പുതിയ പാത്രമാക്കി മാറ്റും. Our God will mold you and he will transform you and he will make you as a new vessel if you are found as a vessel in the hands of the potter. അതുകൊണ്ട് ദൈവമക്കൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? താണിരിക്കണം. Therefore we the children of God should humble ourselves in God's hands. ദൈവസന്നിധി താഴ്മയോടെ ഇരിക്കണം. You should be in God's presence in humility. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. That is what our God desires. ദൈവത്തിന് മഹത്വം. Glory be to God. പ്രിയ ദൈവമക്കളെ, നമ്മെ ഒരു മാനപാത്രമാക്കി തീർക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Beloved children of God, our God desires to make us honorable vessels. അഥവാ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമായി മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Or our God desires us to change us as a chosen vessel. അപ്പോസ്തലപ്രവൃത്തി Acts the Apostles 9 chapter 9 15 വാക്യം. verse 15. കർത്താവ് അവനോട് നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രം, A chosen vessel of mine. പ്രിയ മക്കളെ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമായി ഞാനും നിങ്ങളുടെ മാറട്ടെ. Beloved children of God, let I and you become a chosen vessel of God. അതാണ് മാനപാത്രം. And that is an honorable vessel. ഹീനപാത്രമല്ല. That is not weak vessel. മാനപാത്രമാണ്. It is an honorable vessel. നീ ദൈവത്തിൽ വരുമ്പോൾ നിശ്ചയമായി മാനപാത്രമായിരിക്കണം. When you come to God's presence, you should be surely found as an honorable vessel. ഒഴിഞ്ഞ പാത്രമായിരിക്കണം. Not, it should be an empty vessel. ഞാൻ ഒന്നുമില്ല കർത്താവേ. I'm nothing, O Lord. ഞാൻ ഏതുമില്ല കർത്താവേ. I'm nothing, O Lord. ഒന്നും പ്രശംസിപ്പാനില്ല കർത്താവേ. Nothing to glory. എനിക്ക് പുകഴുവാൻ ഒന്നുമില്ല. Nothing to boast. പ്രശംസിപ്പാൻ ഒന്നുമില്ല. Nothing to glory. നീ തന്നതല്ലാതെ ഒന്നുമില്ല. Nothing but which thou hast given നീ me. നിർത്തിയതല്ലാതെ ഒന്നുമില്ല. Thou hast made me stand. എന്നെ സഹായിച്ചല്ലാതെ ഒന്നുമില്ല. Unless thou help me, I can do ഈ nothing. വർഷത്തിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെയും എന്റെ ദൈവം നടത്തിയല്ലാതെ എനിക്കൊന്നും പറയുവാനില്ല. Right from the beginning of this year, there's nothing for me to say that my God has led me thus far. കരങ്ങൾ വെച്ച് അല്ലെ പറയാമോ?
നാം നിന്നതല്ല ദൈവമക്കളെ, കർത്താവ് നമ്മെ നിർത്തിയതാണ്. Not we have stood, but our God has made us stand. നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, Nothing for us to glory, നമുക്ക് പുകഴുവാൻ ഒന്നുമില്ല. nothing for us to boast. ഞാനും നിങ്ങൾ ദൈവത്തിന് മുൻപിൽ മാനപാത്രമായി തീരുവാൻ കർത്താവ് Our ആഗ്രഹിക്കുകയാണ്. God desires I and you should be found as honorable vessels before God. ഹീനപാത്രമല്ല, Not a vile vessel, മാനപാത്രം. an honorable vessel, ദൈവം അംഗീകരിക്കുന്ന പാത്രം, a vessel that God will approve, ദൈവം മാനിക്കുന്ന പാത്രം, a vessel that God will honor. ദൈവമക്കളെ നിന്നെ ഉയർത്തുന്ന പാത്രം. Beloved children of God, a vessel to be uplifted. മാന്യപാത്രത്തിൽ സകല കൃപകളും പകരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. And our God desires to fill the honorable vessel with all graces. ഒരു പാത്രമായി വന്ന If you come with an empty vessel, യേശുവിടെ എല്ലാം ദൈവം അനുഗ്രഹിച്ചു. everyone of God is blessed. എന്നാൽ ചില വ്യക്തികൾ അനങ്ങാതിരിക്കുന്നവരുണ്ട്. But some were silent. മതി, Okay, let it be so. ഞാൻ എത്ര വർഷങ്ങൾക്ക് മുമ്പായിട്ട് മറുഭാഷ പറഞ്ഞതാ. Years back I spoke in your own tongues. ഇന്നോ But today, ഇല്ല. no. അങ്ങനെയല്ല ദൈവമക്കളെ. Not so, beloved children of God. കർത്താവിന്റെ വരവരെയും അതിനെ പുതുക്കിക്കൊണ്ടിരിക്കണം. Till the coming of the Lord, you should keep on renewing it. മരിക്കുന്നവരെയും അതിനെ പുതുക്കിക്കൊണ്ടിരിക്കണം. Till death, you have to renew it. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമ്മൾ പ്രത്യാശയോട് മരിക്കണം. Hopefully, we should die. പ്രത്യാശയോട് സന്തോഷിക്കണം. Hopefully, we should rejoice. പ്രത്യാശയോട് ജീവിക്കണം. Hopefully, we should live. എന്താ പ്രത്യാശ? What is our hope? യേശു വരും, Jesus will come, ഞാൻ അവനോട് കാണപ്പെടും. and I will be with him. ആരാണ്? Who? മാനപാത്രം, An honorable vessel, നിറഞ്ഞ പാത്രം, a vessel which is full, അനുഗ്രഹത്തിന്റെ a പാത്രം. vessel of blessing. നിന്റെ കുടുംബത്തിലെ പരാജയം മാറ്റുവാൻ നിന്നെ ഒരു അനുഗ്രഹത്തിന്റെ പാത്രമാക്കി അയക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Our God desires to take away all the failures of your house, and in order to make you an honorable vessel. നീ മുഖാന്തരം കുടുംബം അനുഗ്രഹിക്കപ്പെടും. And through you, your family will be blessed. നീ മുഖാന്തരം സഭ അനുഗ്രഹിക്കപ്പെടും. And through you, your church will be നീ blessed. മുഖാന്തരം ദൈവമക്കൾ എല്ലാവരും ശ്രേഷ്ഠരായി മാറും. All the children of God will turn out to be excellent ones through you. അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ There's a blessing. If that be a person who bless, അതാണ് ഏറ്റവും മഹത്വം. and that is a great glory. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഈ ദിവസങ്ങളിൽ നമ്മുടെ ദൈവത്തിന് ആലോചന അറിയിച്ചത് അനുഗ്രഹത്തെ കുറിച്ചാണ്. In these days, the word of God was spoken to us regarding blessing. വായിച്ച കുറിവാക്യം നിങ്ങൾ ആർക്കെങ്കിലും പറയാമോ? Can anyone say what is the key verse? സങ്കീർത്തനം Proverbs 3:8 വാക്യം. Psalm 3 verse 8. നല്ല കുഞ്ഞുങ്ങള് ഓർമ്മയിരിക്കുന്നല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Okay, children, have them in mind. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, സ്വർഗീയമായിട്ടുള്ള അനുഗ്രഹം നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Our God desires to fill us with divine blessings. ആർക്കാണ്? For whom? തന്നെത്താൻ താഴ്ത്തുന്നവന്. Those who humble themselves. 1 തെസ്സലോനിക്കർ 4:5 വാക്യം. 1 Thessalonians 4:5. 1 തെസ്സലോനിക്കർ 4:5. വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. എങ്ങനെ? ഏത് പാത്രം നേടേണ്ടത്? What vessel is needed? വിശുദ്ധീകരണത്തിലും In sanctification മാനത്തിലും and in honor. താൻ താന്റെ പാത്രങ്ങൾ നേടിക്കൊള്ളട്ടെ. Everyone should not possess your vessel. ദൈവത്തിന് സ്തോത്രം. Praise be to God. താൻ താന്റെ പാത്രങ്ങൾ നേടണം. You have to possess your vessel. നമ്മുടെ പാത്രത്തെ ഞാൻ നേടണം. I should possess my vessel. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമുക്ക് എന്ത് ചെയ്യാം? ദൈവമക്കളെ, വെറും പാത്രമായി ദൈവസന്നിധിക്കാം. Beloved children of God, let us all be found as empty vessels in God's presence. ഒഴിഞ്ഞ പാത്രമായി. Let us all be empty vessels. ഒന്നുമില്ല കർത്താവേ. Nothing, O Lord. ഞാൻ താഴ്ത്തുന്ന I കർത്താവേ. humble myself, O Lord. താഴ്ത്തുന്ന കർത്താവേ. I humble myself, അവന്റെ O കൃപയിൽ Lord. തരണമേ കർത്താവേ. Give me the grace, O സകല Lord. അനുഗ്രഹത്താൽ എന്നെ നിറയ്ക്കണമേ Fill me കർത്താവേ. with all blessings, O Lord. സകല കൃപയാൽ നിറയ്ക്കണമേ. Fill me with all graces, O Lord. പ്രാർത്ഥനയോടെ മുഴങ്കാൽ മടക്കുന്ന ദൈവമക്കളെ, നിശ്ചയമായും ആരംഭം മുതൽ ദൈവത്തിന്റെ അനുഗ്രഹം നിനക്ക് തരും. Beloved children of God, who be on your knees in prayer in God's presence, right from the beginning, God will fill you with all blessings. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവം അവിടെ മാനിക്കും. God will honor us. നാം ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യുമ്പോൾ When we do that which we ought to do, ദൈവം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. God will do that which He had to do. ദൈവീയമായ വിടുതലിനും ദൈവീയമായിട്ടുള്ള അനുഗ്രഹത്തിനും നാം ഒരുക്കമായി മുമ്പോട്ട് വരണം. For divine deliverance and divine blessings, we should come forward with the preparation. ദൈവത്തിന് സ്തോത്രം. Praise be to God. അടുത്തതായിട്ട് Nextly, 2 രാജ 5 2 Kings chapter 5 10 വാക്യം. verse 10. 7 പ്രാവശ്യം മുങ്ങണം, അപ്പോൾ നിന്റെ ദേഹം ബാലദേഹം പോലെയാകും. 7 times you should go and wash yourself, then the flesh shall come again to thee, and thou as a എലീശ child. ആളയച്ചു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കാം, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ
ശുദ്ധനാകുമെന്ന് പറയിച്ചു. നീ ശുദ്ധനാകണമെങ്കിൽ 7 പ്രാവശ്യം പൊങ്ങണം, 6 പ്രാവശ്യമല്ല 7 പ്രാവശ്യം. For thou to be clean, you had to wash thyself 7 times, not 6. ഞാൻ ചിന്തിക്കുക, 6 പ്രാവശ്യം അവൻ മുങ്ങി നോക്കിയിട്ട് ഒരു ഗുണവും ഉണ്ടാവുന്നില്ല. 6 times he dipped himself, but he found nothing happened. 7 ഒരു പ്രാവശ്യം കൂടെ ഉള്ളല്ലോ. But one more time, അവൻ ചെയ്തു. what did he do? എനിക്കൊന്ന് വൈരാഗ്യത്തോടെ മുങ്ങിക്കാണും. I think with enmity he would have dipped himself. ചില പുറപുറിപ്പോടെ ആയിരിക്കാം മുങ്ങിയത്. It might be just simply for namesake he would have dipped himself. But somehow he. 7 പ്രാവശ്യം മുങ്ങി പൊങ്ങിയപ്പോൾ, but the 7th time when he dipped himself, അവന്റെ ദേഹം, his flesh, ബാലന്റെ ദേഹം പോലെയായി, came like the flesh of a little child. പലരും 6 പ്രാവശ്യം മുങ്ങി നടക്കുക. Today many have dipped themselves 6 times. ചെയ്യുവാൻ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് പൂർണ്ണതയോടെ ചെയ്യണം. അതാണ് 7 കാര്യം. That which God has asked you to do it in perfection, that is 7 times. അടിസ്ഥാനം 7, foundation 7. ദൈവമക്കളെ, 7 ദൈവത്തിന്റെ സഭയ്ക്കുള്ളായ ഉദ്യോഗസ്ഥന്മാര് 5 ഉദ്യോഗസ്ഥന്മാർ, and there are 5 officials in the church of 7 God. പ്രമാണമാണ്, 7 laws, 9 പ്രവാചകന്മാര്, and 9 prophets. ഇങ്ങനെ ഓരോന്നുണ്ട്. One by one we can see so. 7 പ്രാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ 7 പ്രാവശ്യം ചെയ്യണം. That which you ought to do 7 times, you have to do 7 times. ദൈവസഭയുടെ പൂർണ്ണ പ്രാപിപ്പാൻ 7 പ്രാവശ്യം 7 ഉപദേശം നിങ്ങൾ സ്വീകരിക്കണം. Church of God to attain perfection, the 7 doctrines you have to receive. അവിടെ പൂർണ്ണതയുണ്ട്. There is a perfection in it. പ്രവാചകനും പറഞ്ഞു, Prophet said, നീ പോയിട്ട് യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു. you have to go and wash thyself in Jordan 7 times. അവൻ ആദ്യം ചിന്തിച്ചു, First he thought, ഞങ്ങളുടെ അടുത്ത് ഇതിനേക്കാൾ നല്ല തെളിഞ്ഞ നദിയുണ്ട്. and there are very good എങ്ങനെയല്ലേ? ദമ്മേശേക്കിലെ നദികളായ അബാനിയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ? എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധനാകരുതോ എന്ന് പറഞ്ഞ് അവൻ ക്രോധത്തോടെ പോയി. He turned and went away in a rage. നീ ഇഷ്ടപ്രകാരം എവിടെയെങ്കിലും പോയി മുങ്ങുവല്ല. Not going and dipping yourself according to പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് മുങ്ങണം. You had to go to the place where the prophet has said. പ്രമാണത്തെ അനുസരിച്ചുകൊണ്ട് മുങ്ങണം. Obey the laws and thereby you have to dip yourself. ഉപദേശത്തെ അംഗീകരിച്ചുകൊണ്ട് മുങ്ങണം. Obey the laws of God and then ദൈവത്തിന്റെ ആലോചനയ്ക്ക് ഒത്തവണ്ണം കീഴ്പ്പെട്ട് നീ മുങ്ങണം. you should be under submission to the laws of God and according ദൈവത്തിന്റെ ആലോചന പ്രകാരം ജീവിക്കണം. according to the laws of God. അത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല. Not according to our will. നമ്മുടെ വഴിയിലല്ല. Not according to our way. നിന്റെ വിചാരങ്ങളല്ല. Thy ways, thoughts are not my ദൈവത്തിന്റെ thoughts. വിചാരം വേറെയാണ്. But God's thoughts are other. നിന്റെ ആലോചനയല്ല. Not your counsel. എന്താണ് ആലോചന? What is the counsel of God? അങ്ങനെയല്ലേ? യെശയ്യാ 55:8 എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, ദൈവത്തിന്റെ വഴി തിരഞ്ഞെടുക്കണം. Beloved children of God, choose the way of God. കർത്താവ് എന്ത് പറയുന്നുവോ What God says, അതുപോലെ ചെയ്യണം. do as it is. അവിടെ വിടുതലുണ്ട്. There is deliverance. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമുക്ക് ഇനി പല കാര്യം പറയാനുള്ളത് കൊണ്ട് ഞാൻ എന്റെ വാക്ക് മുമ്പോട്ട് പോട്ടെ. Let me press forward with my words. ദൈവത്തിന് സ്തോത്രം. Praise be to God. അടുത്തതായിട്ട് Nextly, യോഹന്നാൻ 11:39. John 11:39. യോഹന്നാൻ 11:39. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന് സഹോദരിയായ മാർത്ത കർത്താവെ നാട്യം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, യേശു എന്താ പറഞ്ഞത്? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. യേശു എന്താ പറഞ്ഞത്? What did Jesus say? കല്ല് നീക്ക്. Take away the stone. ഒരു ഉയർപ്പ് നടക്കാൻ പോവുകയാണ്. Now resurrection is going to happen. നീ കല്ല് നീക്ക്. Take away the stone. അപ്പോൾ ഉയർപ്പുണ്ടാകും. Then he will come out. അവിടെ അനുഗ്രഹം ഉണ്ടാകും. There is blessing. അവിടെ ജീവൻ ഉണ്ടാകും. There is life. കല്ല് നീക്കേണ്ടതിനെ നാം തന്നെ നീക്കണം. You have to take away the stone. യേശു ഇറങ്ങി വന്ന് പറഞ്ഞു. Jesus, എന്താ പറഞ്ഞത്? what did Jesus say? നിങ്ങൾ കല്ല് നീക്ക്. Take away the stone. നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ That what we ought to do, when we do, ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. God will do which he has to do. പലപ്പോഴും നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. Very often we do not do which we ought to do. അതുകൊണ്ടാണ് ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത്. And therefore God is also not doing that which he ought to do. നാം പാലിക്കേണ്ടതും നാം ചെയ്യേണ്ടതായ ചില
പ്രമാണങ്ങളും നിയമങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. Our God has given us some laws and ordinances to follow. അത് നമ്മൾ ചെയ്യുമ്പോൾ When we do it, ദൈവം ചെയ്യേണ്ടതെല്ലാം ഭംഗിയായി ചെയ്യും. God will do that which He should do very beautifully. ഇവിടെ എന്ത് ചെയ്യണം? What should we do? നമ്മുടെ കല്ലായ ഹൃദയത്തെ നമ്മൾ നീക്കണം. Our stony heart, we should take it away. എസെക്കിയേൽ 36:26 വാക്യം. Ezekiel 36:26. നീ കല്ല് നീക്കണം, Take away the stone. കഠിനമായ ഹൃദയത്തെ നീക്കണം. Your hard and heart here to take it അപ്പോൾ away. മാംസമായ ഹൃദയം നിനക്ക് തരും. Then He will give you a fleshy heart. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി, കല്ലായ ഹൃദയം ഞാൻ നിന്റെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. മാംസമായ ഹൃദയം തരും. I will take the stony heart and give you a fleshy heart. കർത്താവ് ചെയ്യുന്ന കാര്യം എന്താണ്? This is what our God does. കല്ലായ ഹൃദയം നീക്കും, He will take away the stony മാംസമായ ജീവിതം. stony heart. He will give you a fleshy heart. മാംസം എന്ന് പറയുന്നത് നിർമ്മലമായ ജീവിതം. A fleshy, which means it is pure. കല്ലെന്ന് പറയുന്നത് Stone, കഠിന ഹൃദയം, hardened, കോപത്തിന്റെ ഹൃദയം, of anger, ശാഠ്യത്തിന്റെ ഹൃദയം, of strife, നീളത്തിന്റെ ഹൃദയം, of pride, വൈരാഗ്യത്തിന്റെ ഹൃദയം, of enmity, പിണക്കത്തിന്റെ ഹൃദയം, of grudge, ക്ഷമിക്കാത്ത ഹൃദയം, unforgiving heart, സ്നേഹിക്കാത്ത ഹൃദയം. unloving heart. ഇതൊക്കെ എന്താണ്? All these are കല്ലായ ഹൃദയമാണ്. stony heart. അത് നീ സമ്മതിക്കണം. Do you admit it? അതൊക്കെ നീ സമ്മതിക്കണം. You have to admit it. സമ്മതിച്ചാൽ If you admit it, കർത്താവ് ഇറങ്ങി വന്ന് God will come down. നിന്റെ കല്ലായ ഹൃദയത്തെ മാറ്റി He will take away the stony heart. നിനക്ക് മാംസമായ ഹൃദയം തരും. He will give you a fleshy heart. ഇവിടെ ലാസറിന്റെ ഉയർപ്പിന് വേണ്ടി Here, for the Lazarus to be resurrected, യേശു വന്നിരിക്കുക. Jesus has come over here. നിങ്ങൾ കല്ല് നീക്ക്. Take away the stone. ഇതാ ഒരു പുനരുത്ഥാന ശരീരം പ്രാപിപ്പാൻ പോകും. Behold, the resurrected body is going to come out. ഒരു ഉയർപ്പിൻ ശക്തി പ്രാപിപ്പാൻ A പോകും. power of resurrection. ഉയർപ്പിൻ ശക്തി പ്രാപിക്കണമെങ്കിൽ In order to receive the power of resurrection, നാം കല്ല് നീക്കണം, we should take away the stone. തടസ്സങ്ങൾ നീക്കണം, Hindrances should be removed. ബന്ധനങ്ങൾ അഴിക്കണം. All the bindings should be loosened. ദൈവത്തിന് സ്തോത്രം. Praise be to God. എല്ലാ ബന്ധനത്തെയും നമ്മൾ അടിച്ചുവിടണം. We have to loosen all our bindings. യശയാപ്രവചനത്തിൽ വായിക്കുന്ന പോലെ As we read in Isaiah, നുകത്തിന്റെ അമിക്കരകളെ അയക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലോ കർത്താവ് ഇഷ്ടപ്പെടുന്നത്. യശയാ 58:6 വായിക്കുക. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, ശ്രദ്ധിക്കണം. ബന്ധനങ്ങളെ, അന്യായ ബന്ധനങ്ങളെ അഴിക്കണം. നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കരകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. is not this the fast that I had chosen? അന്യായ ബന്ധനങ്ങളെ നമ്മൾ അഴിക്കണം. Loose the bands of wickedness. നാം ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യണം. We should do that which we അപ്പോൾ should. ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. And God will do that which He has to do. ദൈവത്തിന് സ്തോത്രം. Praise be to God. അന്യായ ബന്ധനത്തെ അഴിക്കണം. The bands of wickedness, you have to loosen it. കല്ല് നീക്ക്. Take away the stone. എന്തിനു വേണ്ടി? For what? ഒരു ഉയർപ്പിന്റെ ശക്തി For a power of quickening to come. വ്യാപരിക്കാൻ പോകുകയാണ്. It is going to work out. പുനരുത്ഥാന ശക്തി വ്യാപരിക്കാൻ The പോകുകയാണ്. power of resurrection is going to work ഒരു out. അനുഗ്രഹത്തിന്റെ സമൃദ്ധി വ്യാപരിക്കാൻ A പോകുകയാണ്. plenty of blessings is going to come നന്മയുടെ upon സമൃദ്ധി you. വ്യാപരിക്കാൻ A പോകുകയാണ്. cloud of blessings too. സകല കൃപകളാൽ നിറയ്ക്കാൻ പോകുകയാണ്. God is going to fill you with all blessings. ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും നിനക്ക് പകരാൻ പോകുകയാണ്. All blessings God is going to shower upon you. ദൈവമക്കളെ, കല്ല് നീക്കണം. Take away the stone. തടസ്സങ്ങൾ നീക്കണം. Remove the hindrances. തെറ്റായ സ്വഭാവങ്ങളെ നീക്കണം. Take away all wrong natures. തെറ്റായ ചിന്തകളെ നീക്കണം. All wrong thoughts. തെറ്റായ വഴികളെ നീക്കണം. All wrong ways. തെറ്റായ വിചാരങ്ങളെ നീക്കണം. All wrong തെറ്റായ imaginations. ബന്ധത്തെ നീക്കണം. All wrong relationships. അങ്ങനെയായാൽ If it be so, ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. God will do that which He has to do. നമ്മെ ഒരു പുനരുത്ഥാന ശരീരത്തോടെ ഉയർപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Our God desires to transform us with a resurrected body. 116 സങ്കീർത്തനം 16 വാക്യം. Psalm 116 and verse 16. 116 സങ്കീർത്തനം 16 വാക്യം. യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. നീ എന്റെ ബന്ധനങ്ങളെ അയച്ചിരിക്കുന്നു. Thou hast loosened my bonds.
നമുക്ക് വിശ്വസിക്കാമോ? Let us believe. ഇന്ന് എന്റെ ബന്ധനത്തെ അഴിച്ചിരിക്കുന്നു. Today my God has loosened my bands. പാപബന്ധനം, The band of sin, രോഗബന്ധനം, of sickness, ശാപത്തിന് ബന്ധനം, of curses, മന്ത്രവാദ ശക്തി ബന്ധനം, of sorcery. ദൈവമക്കളെ നിനക്കെതിരായി എഴുന്നേറ്റിരിക്കുന്ന പൈസായി ശക്തിയുടെ ബന്ധനം, All the bindings of the demonic ആ past. ബന്ധനം മുഴുവനും കർത്താവ് അഴിച്ചിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളുയർത്തി ഹല്ലേലൂയ പറയാമോ? ശക്തമായി. ആരാ അഴിക്കുന്നത്? Who will loosen it? കർത്താവ് ബന്ധനത്തെ അഴിക്കും. Our God himself. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹത്തെ തടസ്സമായിട്ടുള്ള ബന്ധനം എന്താണെന്ന് വെച്ചാൽ അതിനെ എന്ത് ചെയ്യണം? നമ്മൾ മാറ്റണം, നാം തന്നെ മാറ്റണം. We ourselves should take away the binding which has become a hindrance for our blessing. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുക്കാം. Let us all come nigh into the presence of our God. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമ്മൾ പറഞ്ഞു പോയാൽ ഒരുപാട് സമയം പോകേണ്ടി വരും. If we keep on speaking so, it will take more time. അതുകൊണ്ട് ഒരു മിനിറ്റ് Therefore, 1 ഈ minute, പ്രസംഗത്തിന് മധ്യത്തിൽ in the midst of the sermon, എല്ലാവരും കണ്ണടച്ച് let us all close our eyes. നിന്റെ അനുഗ്രഹത്തിന് എതിരായി പോരാടുന്ന എല്ലാ തടസ്സങ്ങളും, ആ കല്ലുകള്, ആ ബന്ധനത്തെ ഏറ്റു പറയാൻ ആഗ്രഹിക്കുന്നവർ ഒരൊറ്റ മിനിറ്റ് പ്രാർത്ഥിക്കാമോ? All those who decide to take away all the hindrances that bring in your life and confess your sins and pray for a while. ഒരൊറ്റ മിനിറ്റ് പ്രാർത്ഥന. Just for a minute, let us all pray. ബന്ധനത്തെ കർത്താവ് ഇറങ്ങി വന്ന് അടിക്കും. Our God will descend and loosen the bindings. നിന്റെ പരാജയങ്ങളെ കർത്താവ് നീക്കും. All your failures He will take away. നിനക്ക് പുനരുത്ഥാന ശരീരം കർത്താവ് He തരും. will give you a resurrected body. ഉയർപ്പിൻ ശക്തി കർത്താവ് നിനക്ക് He തരും. will give you a power of resurrection. സകല അനുഗ്രഹം നിനക്ക് തരും. He will give you all blessings. ഹല്ലേലൂയ. എല്ലാവരും ശക്തമായി ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചാൽ Let us all mightily pray for a minute. ദൈവമേ സഹായിക്കണമേ. Oh Lord, please help me. ഹല്ലേലൂയ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 14, 15 വചനം. Hebrews 12, 14 and 15. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ദൈവത്തിന് സ്തോത്രം. Praise be to God. കർത്താവിനെ കാണണമെങ്കിൽ In order to see God, ശുദ്ധീകരണം പ്രാപിക്കണം. we need sanctification. ശുദ്ധീകരണം കൂടാതെ കർത്താവിനെ കാണുകയില്ല. Without sanctification, you cannot see God. ദൈവമക്കളെ, നമ്മൾ എന്ത് ചെയ്യണം? Beloved children of God, നമ്മൾ എന്ത് ചെയ്യണം? what should we do? ഒരുക്കത്തോടെ We കാത്തിരിക്കണം. should be with a preparation, ശുദ്ധീകരണത്തോടെ കാത്തിരുന്നു with holiness, യേശുവിനെ കാണുവാൻ in കഴിയും. order to see Jesus. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമ്മുടെ ജീവിതത്തില് എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? How should we make ourselves ready? നമ്മളെപ്പോഴും കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിരിക്കണം. We should be ready to meet our God. നമ്മൾ ഈ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവർ എന്ത് ചെയ്യണം? What should they do that they wait for the Lord to return? 1 1. തീമോഥെയോസ് ലേഖനം 2 Timothy 2:21 വാക്യം. chapter 2 verse 21. തന്നെത്താൻ വെടിപ്പാക്കണം. Make himself clean. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. Praise be to God. തന്നെത്താൻ വെടിപ്പാക്കണം. He should purge himself. തന്നെത്താൻ വെടിപ്പാക്കുന്ന വ്യക്തികൾ ആരുണ്ടോ ഉടമസ്ഥന് ഉപയോഗമുള്ള മാനപാത്രം. All those who purge themselves, they shall be a vessel meet for the master's use. എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? How should you make yourself ready? കർത്താവിനെ എതിരേൽപ്പാൻ എങ്ങനെ ഒരുങ്ങണം? How should you make yourselves ready to meet the Lord? തന്നെത്താൻ വെടിപ്പാക്കണം. You have to make yourselves a purge. ശരിയായ ശുദ്ധീകരണം. And that is the true sanctification. ജീവിതത്തിലെ ഏതെല്ലാം കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ടോ ക്രമീകരിച്ച് ഒരുങ്ങി കാത്തിരിക്കണം. What all things you have to set right in your life, you have to make it right and wait. കർത്താവേ, ഞാൻ നിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഞാൻ ഒരുക്കത്തോടിരിക്കുകയാണ്. Oh Lord, I am ready to be caught up in thy coming. എന്നെ സഹായിക്കണം. Help me, O Lord. കർത്താവേ, എന്നെയും നിന്റെ രാജ്യത്തിനായിട്ട് ഒരുക്കണം. Oh Lord, make me also ready for thy kingdom. ദൈവത്തിന് സ്തോത്രം. Praise be to God. തന്നെത്താൻ ഒരുക്കണം. You have to make yourself ready. തന്നെത്താൻ വെടിപ്പാക്കണം. You have to make yourself clean. ഏതെങ്കിലും തെറ്റായ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ If there be any wrong natures in ആ you, സ്വഭാവത്തോടെ കിടന്ന് ഉറങ്ങരുത്. together with that sleep not.
ഓരോ ദിവസവും കടികൾ പ്രാപിക്കണം. Each and every day you have to wash yourself. വെടിപ്പാക്കണം. You have to make yourself clean. നമ്മൾ എവിടെയൊക്കെ യാത്ര ചെയ്യാൻ പോകുമ്പോൾ When we go for a travel, നമ്മൾ മാന്യമായി കുളിച്ച് ശുദ്ധമായിട്ട് വസ്ത്രം ധരിച്ചു വരും. we will have a wash ourselves and we will bathe and then we will dress ourselves and go. ഇതാണ് ശരീരത്തിൽ അതിന്റെ വെടിപ്പാണ്. And our body will be clean. അതിനുശേഷം വസ്ത്രം ധരിക്കും. After that we will dress ourselves. അഴുക്കായ ശരീരത്തിൽ വേർപ്പോടുകൂടെ ഇരിക്കുമ്പോൾ ഒരിക്കലും അടുത്ത വസ്ത്രം ധരിച്ചു പോകാറില്ല. When it is such when you have sweating, you will not put on the good garment over it and go, or you will not put on dirty garments and go. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമ്മൾ ചെയ്യണം. What should we do? വെടിപ്പാക്കണം. We should purge it, എന്ന് പറഞ്ഞാൽ which means ശുദ്ധീകരിക്കപ്പെടണം. cleanse ourselves, കടികൾ പ്രാപിക്കണം. wash ourselves. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, That is why David prays, എന്നെ നന്നായി കടി, എന്റെ അകത്യം പോക്കണമേ, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. Oh Lord, wash me according to wash me thoroughly from my iniquity and cleanse me from my sin. 51 സങ്കീർത്തനം 2 വാക്യം, എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. തന്നെത്താൻ വെടിപ്പാക്കണം. Purging himself. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, തന്നെത്താൻ വെടിപ്പാക്കണം. You have to clean yourself. You get sanctified. കടികൾ പ്രാപിക്കണം. You wash yourself. ശുദ്ധീകരിക്കപ്പെടണം. Get sanctified. എന്തിനു വേണ്ടി? For what? കർത്താവിന്റെ വരവിന് വേണ്ടി എടുക്കപ്പെടുവാൻ. To be caught up in the coming of the Lord. അതുകൊണ്ട് ദിവസേന മരിക്കണം. Therefore daily you should die. ദിവസേന ശുദ്ധീകരിക്കണം. Daily you should sanctify. ദിവസേന കടികൾ പ്രാപിക്കണം. Daily you have to clean yourself. ദിവസേന മാലിന്യങ്ങൾ അകറ്റണം. Daily you have to take away all defilements. അവിടെയാണ് ദൈവം മാനിക്കുന്നത്. It is there the God honors. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളെ, ഒരുക്കത്തോടെ കാത്തിരിക്കുക. With the readiness waiting. തന്നെത്താൻ വെടിപ്പാക്കി. You have to clean yourself.